സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം എന്താ പറയണ്ടേ, ഇത്രയും ഒരു നിങ്ങളുടെ നിന്നുള്ള സപ്പോർട്ടും പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു കാരുണ്യവും എല്ലാം കൊണ്ട് എനിക്ക് ഞാനൊരു മനസ്സിലൊരു ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 25ന് മുമ്പായിട്ട് എനിക്ക് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരണം. ഞാൻ പോകുന്ന വഴി ശരിയാണെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് അതിനുള്ളൊരു അടയാളം എനിക്ക് കാണിച്ചു തരണം. ഞാനൊരു ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 24th എഴുതി വെച്ചിരുന്നത്. അതേ ഡേറ്റിന് അതേ സമയത്ത് തന്നെ എനിക്ക് എന്താ പറയണ്ടേ, എൻ്റെ ഒരു ആഗ്രഹം, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാനൊരു വെറും സാധാരണക്കാരി, ഒന്നും അറിയാത്തൊരു എന്താ പറയണ്ടേ, ഒരുപാട് ട്രോമാസ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് മുക്തിയായതൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷനും ഫോർഗീവ്നെസ്. ഞാൻ ഒരുപാട് പേർക്ക് ഫോർഗീവ് കൊടുക്കാനുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഫോർഗീവ് കൊടുത്തപ്പോഴാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രി സെൽഷ്യസിൽ മാറിയത്. അതുവരെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഫോർഗീവ് ചെയ്ത് ഞാൻ അവരെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരെയായിട്ട് എൻ്റെ പേരെടുത്ത് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചവരെ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും ഞാൻ ബ്ലെസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്ലെസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ അബണ്ടൻസും ഇങ്ങനത്തെ കാര്യങ്ങളും, മെയിനായിട്ട് നമുക്ക് വേണ്ട സന്തോഷമാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സന്തോഷവും ഒക്കെ കിട്ടുന്നത് ഫോർഗീവ്നെസ് ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോഴാണ്. അപ്പം നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഫോർഗീവ് ചെയ്ത് നമ്മളെ ദ്രോഹിച്ചവരെ നമ്മൾ ബ്ലെസ് ചെയ്ത് നമ്മളെപ്പോഴും അവരെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അതിമടങ്ങായിട്ട് വരും. പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മളിലേക്കാണ് അത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ ബ്ലെസ് ചെയ്യാൻ മടിക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് 1000K ആക്കി തന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ പറയണ്ടേ, ആദ്യം ചെയ്ത ഒരു സബ്സ്ക്രൈബ് തൊട്ട് അവസാനം ചെയ്ത 1000-ാമത്തെ, അതായത് 999 അല്ല 1000 അല്ലേ, 1000-ാമത്തെ സബ്സ്ക്രൈബറിനും 1000-ൽ ഒരാൾക്കും കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി പറയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇതെന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും അല്ലാതിരുന്നൊരു കാലത്ത് എൻ്റെ ഡ്രീംസാണിതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വാട്സപ്പ് ക്ലാസ് കൊടുക്കുമോ, അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിൽ ക്ലാസ് കൊടുക്കുമോ, 1-to-1 സെക്ഷൻ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കൊടുക്കും. ഇപ്പം എനിക്ക് സമയം വേണം. ഞാൻ എന്തായാലും ഒരു 3 മാസം കഴിയാതെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി നമ്മൾ ഇതിനെപ്പറ്റി നന്നായിട്ട് എന്തോരം പഠിച്ചാലും നമുക്ക് തീരുവല്ലല്ലോ. ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് അറിവുകൾ നമുക്ക് ഇനി നേടാനുണ്ട്. അപ്പം ഞാനൊന്ന് ഓക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. ആരും അതോർത്ത് വിഷമിക്കേണ്ട. എല്ലാവരും എന്നെപ്പോലെ തന്നെ എല്ലാവരും സക്സസ്സിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ഇത് ഞാൻ പിന്നെ നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. നാളെ ഞാൻ ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ക്രിസ്മസിന് ആഘോഷിക്കണ്ടേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്രിസ്മസൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് വായോ. ബൈ.